നീണ്ടൂർ പഞ്ചായത്തിലെ കർഷകർക്ക് നൽകേണ്ട നെൽവിത്ത് മറിച്ചുവിറ്റുവെന്ന ആക്ഷേപം. പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നെൽവിത്ത് മറിച്ചുവിറ്റു എന്ന് LDF ആണ് ആരംഭിച്ചത്. എന്നാൽ LDFിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സവിത ജോമോൻ പറഞ്ഞു. കഴിഞ്ഞ LDF ഭരണകാലത്താണ് 2025 സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ പഞ്ചായത്തിൽ നിന്നും കർഷകർക്കും പാടശേഖര സമിതിക്കും നെൽവിത്ത് വിതരണം ചെയ്തതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നിലവിൽ ഞങ്ങൾ കയറിയിട്ട് ഡിസംബർ 21-നാണ് പുതിയ ഭരണസമിതി, അതായത് UDF ഭരണസമിതി നിലവിൽ വന്നത്. അതിനു മുമ്പ് 2025 ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത് സെപ്റ്റംബറിലും നവംബറിലുമായിട്ടാണ് നമ്മുടെ നെല്ലുവിത്ത് വിതരണം നടന്നിരിക്കുന്നത്. ആ സമയത്തെ ഒരു ക്രമക്കേടാണ് ഇവിടെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് നേരിട്ട് UDFന് യാതൊരു ബന്ധവും ഇല്ല. നമ്മൾ വരുമ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം തീർന്നു, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഫണ്ട് വെച്ചിട്ടില്ല, എല്ലാം കഴിഞ്ഞാണ് പുതിയ ഭരണസമിതി കയറുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ സംഭവം UDFിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അതോടൊപ്പം തന്നെ അതിൽ എന്തെങ്കിലും ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഭരണസമിതി, അതായത് UDFിൻ്റെ ഭരണസമിതി അതിൻ്റെ ക്രമക്കേടുകളെല്ലാം മാറ്റി അതിന് എന്ത് വിജിലൻസ് അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഇതിനകത്തൊരു തൃപ്തികരമായ ഒരു മറുപടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാണെങ്കിലും അതിന് വേണ്ട ഒരു നടപടി എടുക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നെൽവിത്ത് വിതരണത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം LDF ഭരണസമിതിക്കാണ്. UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ എത്തിയത് ഡിസംബർ 21-നാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. 1000 കിലോയോളം നെൽവിത്തുകളാണ് നിലവിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ മറിച്ചുവിറ്റതായി ആക്ഷേപമുയർന്നിരിക്കുന്നത്. BJP അംഗം N. അജയ്കുമാർ ഇത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. പഞ്ചായത്തിന്റെ ഇന്റേണൽ കമ്മിറ്റിയും അന്വേഷണം നടത്തുന്നുണ്ട്.